ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ മെഷർ ഓഫ് വേരിയബിലിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ വാല്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഈ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത്? നമ്മുടെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ നമ്മളൊരു സിംഗിൾ വാല്യൂ ആക്കിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ആ സിംഗിൾ വാല്യൂ ആണ് നമ്മുടെ എൻറ്റയർ ഡേറ്റാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ആവറേജ് അലോൺ കനോട്ട് ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. Okay, so it is necessary to describe the variability of dispersion in the observation. നമുക്കറിയാം നമ്മുടെ ഒബ്സർവേഷൻസിൽ ഒരുപാട് വേരിയബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മുടെ ഡേറ്റാസ് ഒന്നിൽ നിന്ന് മറ്റൊന്നായിട്ട് ഒരുപാട് വേരിയബിലിറ്റി ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് എന്തായിരിക്കും, വൈഡ്ലി സ്പ്രെഡായിട്ട് കിടക്കും നമ്മുടെ ഡേറ്റ, അതല്ലെങ്കിൽ ടുഗെദർ ആയിരിക്കും ഡേറ്റ. അപ്പോൾ എത്രത്തോളം ഈ ഒരു ഡേറ്റാസ് തമ്മിൽ, ഒബ്സർവേഷൻസ് തമ്മിൽ വേരിയബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് നമ്മുടെ ഡേറ്റാസിനെ പറ്റി ഒരു ഐഡിയ കിട്ടൂ. നമ്മൾ ആവറേജ് മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു എൻറ്റയർ ഡേറ്റാസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ആയില്ല. അത് കാരണമാണ് നമ്മളിവിടെ ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ നോക്കുന്നത്. അതായത് നമ്മുടെ വാല്യൂസ് എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷർ ഓഫ് വേരിയബിലിറ്റി യൂസ് ചെയ്യുന്നത്. So the definition of measure of dispersion is the extent to which the item vary from one another. The variability describe how the data spread out and fluctuate on each side of central value. ഇവിടെ നമുക്ക് കാണാം 3 സീരീസ് തന്നിട്ടുണ്ട്. ഈ ഒരു 3 സീരീസിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു 3 സീരീസിൻ്റെയും എക്സ് ബാർ അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അവിടെ തന്നെ നമ്മുടെ സീരീസ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്ത് നോക്കൂ. ഇവിടെ സീരീസ് എ എന്ന് പറയുന്നത് ആ അരിത്മെറ്റിക് മീൻ അഥവാ 200ലാണ് എല്ലാ വാല്യൂസും കിടക്കുന്നത്. ഓക്കെ, ഇനി സീരീസ് ബിയിലേക്ക് വരുമ്പോഴോ, സീരീസ് ബിയിൽ ലൈറ്റായിട്ട് കുറച്ചൊരു മാറ്റം വരുന്നുണ്ട്, ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് വാല്യൂസിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് സീരീസ് സിയിലേക്ക് വരുമ്പോഴോ, സീരീസ് സിയിലെ ഐറ്റംസ് വാരി വൈഡ്ലി ഫ്രം വൺ അനദർ. ഓരോ ഐറ്റംസും നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. ഓരോ ഐറ്റംസും ഓരോന്നിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു 3 സീരീസിൻ്റെയും എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? 200 ആണ്. ഓക്കെ, സോ ഇൻ സീരീസ് സിയിൽ ഡിസ്പേർഷൻ ഈസ് മച്ച് ഗ്രേറ്റർ കമ്പയർഡ് ടു സീരീസ് ബി. ബട്ട് ഇൻ സീരീസ് എ ദർ ഈസ് നോ ഡിസ്പേർഷൻ. സീരീസ് എയിൽ അവിടെ ഡിസ്പേർഷൻ ഇല്ല, വേരിയബിലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റാസ് എത്രത്തോളം വേരി ചെയ്ത് കിടക്കുന്നുണ്ട്, ഹൗ ദ ഡേറ്റ ആർ സ്പ്രെഡ് ഔട്ട് ആൻഡ് ഫ്ലക്ച്വേറ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സെൻട്രൽ വാല്യൂ. ഇതാണ് നമ്മുടെ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the next is absolute and relative measure of dispersion. ഡിസ്പേർഷൻ 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് പറയുന്നത് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആൻഡ് ദ അതർ ഈസ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. Absolute measure of dispersion is in the case of 2 sets of data are expressed in the same unit, absolute measure of variations are used. 2 സെറ്റ്സ് ഡേറ്റയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെയിം യൂണിറ്റ്സിലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ഇനി അതല്ല 2 സെറ്റ്സും ഡിഫറെൻറ്റ് മെഷർ ഓഫ് യൂണിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആർ യൂസ്ഡ് വെൻ 2 സെറ്റ്സ് ഓഫ് ഡേറ്റ ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം യൂണിറ്റ് ആൻഡ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ is used when the 2 sets of data are expressed in
ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടു, അതിനൊരുപാട് മെത്തേഡ് ഉണ്ട് അത് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഷർ ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ കാണാനും ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് റേഞ്ച്, and second one is quartile deviation, and third one is mean deviation and standard deviation and Lorentz curve. Okay, so the first method of studying variation is range. It is the simplest method of measuring dispersion, and it is defined as the difference between the value of smallest item and the value of largest item. ഒന്നുമില്ല, നമ്മുടെ സീരീസിൽ തന്നിരിക്കുന്ന സീരീസിലെ ലാർജസ്റ്റ് വാല്യൂ എടുക്കുക, അതിൽ നിന്നും സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. So the formula is range is equal to L minus S, where L is the largest value and S is the smallest value. Now the relative measure ഞാൻ നേരത്തെ പറഞ്ഞു റിലേറ്റീവ് മെഷറും അബ്സല്യൂട്ട് മെഷറും ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് മെഷർ corresponding to the range is called coefficient of range. Relative measure corresponding to range is called coefficient of range, and it is obtained by the following formula. എന്താണ് ഫോർമുല? Coefficient of range is equal to L minus S divided by L plus S. L എന്ന് വെച്ചാൽ എന്താണ്? ലാർജസ്റ്റ് വാല്യൂ. S എന്ന് പറയുന്നത് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ റിലേറ്റീവ് മെഷർ corresponding to the range is called coefficient of range. Okay, and it is calculated L minus S divided by L plus S. So range എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷറാണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്മോളസ്റ്റ് വാല്യൂ ലാർജസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുക, എന്നിട്ട് ലാർജസ്റ്റ് വാല്യൂവിൽ നിന്നും സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. The question is, the price of a share for 6 days fluctuate as follows. Calculate the range and its coefficient. നമുക്കിവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്, റുപ്പീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഫോർമുല? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. സോ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ ഹിയർ? 165 is the largest value and 147 is the smallest value. So the deviation, so the difference is 18. So the 18 is the range. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാൻ ഫോർമുല നമുക്കറിയാം. L minus S divided by L plus S. ഓക്കെ, അപ്പോൾ L എന്താണെന്നും അറിയാം, എസ് എന്താണെന്നും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും ആൻസർ 0.057. ഓക്കെ, അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.